എല്ലാവർക്കും ചെമ്പനീർ പൂവ് കിടുക്കാച്ചി പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ. കിടുക്കാച്ചി എന്ന് പറയാൻ ഒരു കാരണം കേട്ടോ. നമ്മൾ ഇത്രയും നാളും കണ്ട രേവതി അല്ല, രേവതി മാറിയിരിക്കുന്നു. പ്രേക്ഷകർ അടിമുടി മാറിയിരിക്കുന്നു. നമ്മുടെ സ്വഭാവത്തിൽ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. ഇത് നമ്മുടെ രേവതി തന്നെയാണോ? നമ്മുടെ ചന്ദ്രമതിയൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ മാറ്റം കണ്ടിട്ട് ഇവൾക്ക് എന്താ വല്ല ബാധ കയറിയോ എന്ന് പോലും ചോദിക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്ര രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് സാമ്പാറൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, ഇന്ന് വല്ല പഴുതാരിയിട്ടാണോ നീ സാമ്പാർ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതി ആ ഒരു പഴയ ഒരു എന്താ പറയുക പാവപ്പെട്ടവരെ പോലെ നിക്കലൊക്കെ നിർത്തിയിട്ട് നമ്മുടെ ചന്ദ്രയോട് വന്ന് പറയുന്നുണ്ട്, അയ്യോ ഇല്ലമ്മേ പഴുതാര കിട്ടിയില്ല, 2 തവളയാ കിട്ടിയത്, ആ തവള ഇട്ട സാമ്പാർ ഉണ്ടാക്കിയിരിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ നോക്കുന്നുണ്ടേ, ഇവള് തന്നെയാണോ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മുടെ രേവതി ആ ഒരു വീട്ടുകാരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വീട്ടിൽ അച്ഛന് മാത്രമേ എന്നെ വിശ്വാസമുള്ളൂ, ഞാൻ എത്ര ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ അവിശ്വസിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, സാഹചര്യ തെളിവ് അങ്ങനെ ആർന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുന്നുണ്ട്, സാഹചര്യം തെളിവ് നോക്കാം, നീ ആര് പോലീസോ, ഒന്ന് പോടോ ഒന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി നമ്മുടെ ശ്രുതിയായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയും ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്, രേവതി തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കട്ടെ. എന്നാലും രേവതിയുടെ ആ ഒരു മാറ്റം പൊളിച്ച്, ഈ ഒരു മാറ്റം ഇങ്ങനെ തന്നെ പോട്ടെ അല്ലേ. പക്ഷേ രേവതിയുടെ ഈ മാറ്റങ്ങളൊക്കെ അവസാനം തകർന്നടിയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ. വേറൊന്നുമല്ല, നമ്മുടെ ആ ഒരു പലിശക്കാരൻ മുതലാളിയുടെ വീട്ടിൽ നമ്മുടെ രേവതി ചെല്ലുന്നുണ്ട് ആ ഒരു സച്ചിക്ക് കാറ് തിരികെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി, വാടകയ്ക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടോ. അപ്പം പക്ഷെ ആ ഒരു വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ശ്രുതി അവിടുത്തെ നമ്മുടെ ആ പലിശക്കാരൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രുതി അവിടെ ഉണ്ടാവും. അപ്പോൾ ശ്രുതിയുടെ മുന്നിൽ വെച്ചാണ് നമ്മുടെ പലിശക്കാരനോട് നമ്മുടെ രേവതി ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്, സച്ചിയേട്ടന് കാറ് വാടക ഓടിക്കാൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന സച്ചി ഇപ്പോഴും കാറ് വാടകയ്ക്ക് ഓടിച്ചാണ് പൈസ കിട്ടുന്നതെന്നാണല്ലോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുക, രേവതി ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ ഇയാളോട് എന്തിനാ കെഞ്ചുന്നേ, സച്ചി കാറ് തന്നെയല്ലേ ഇപ്പോൾ ഓടിക്കുന്നേ എന്നൊക്കെ ഓർത്ത് ആ ഒരു രേവതിയുടെ ആ ഒരു കള്ളത്തരങ്ങൾ മുഴുവൻ നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ എന്താ പറയുക പൊളിഞ്ഞ് വീണു പോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.